തറക്കരടി. കരടികളോട് സാദൃശ്യമുള്ള ഒരിനം മാംസഭോജി മൃഗമാണ് തറക്കരടി. സസ്തനി ഗോത്രത്തിലെ മസ്റ്റലൈഡ് ജന്തുകുടുംബത്തിൻ്റെ ഉപകുടുംബമായ മെല്ലിവോറിനയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം മെല്ലിവോറ കാപ്പൻസിസ് എന്നാണ്. അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മൊറോക്കോയുടെ തെക്ക് ഭാഗം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇവയെ കാണാം. ഇന്ത്യയിൽ വരണ്ട കാലാവസ്ഥയുള്ള ഭൂപ്രദേശങ്ങളിലും മരുഭൂമികളിലുമാണ് ഇവ ജീവിക്കുന്നത്. മഴ കൂടുതലുള്ള പ്രദേശങ്ങളിൽ അപൂർവമായേ തറക്കരടികളെ കാണാറുള്ളൂ. തറക്കരടിയുടെ തലയ്ക്കും ഉടലിനും കൂടി 60 സെൻറ്റിമീറ്റർ നീളമുണ്ട്. വാൽ 15 സെൻറ്റിമീറ്ററും 8-10 കിലോഗ്രാം തൂക്കമുണ്ടായിരിക്കും. ആൺമൃഗങ്ങൾക്ക് 80 സെൻറ്റിമീറ്ററോളം നീളവും 13 കിലോഗ്രാം വരെ തൂക്കവുമുണ്ട്. ഭൂരിഭാഗം സസ്തനി മൃഗങ്ങളുടെയും ശരീരത്തിൻ്റെ ഉപരിഭാഗം കീഴ്ഭാഗത്തേക്കാൾ നിറം കൂടിയതായിരിക്കും. എന്നാൽ തറക്കരടിയുടെ ശരീരത്തിൻ്റെ ഉപരിഭാഗം വെള്ളയോ വെള്ള കലർന്ന മഞ്ഞ നിറത്തിലോ ആയിരിക്കും. കീഴ്ഭാഗവും കാലുകളും വാലും കറുപ്പാണ്. ബലമുള്ള തടിച്ചു കുറുകിയ കാലിൻ്റെ ഉള്ളങ്കാൽ മൃദുവായിരിക്കും. പരന്ന കാൽപ്പത്തിയിൽ നീളം കൂടിയ മൂർച്ച കുറഞ്ഞ നഖങ്ങളുണ്ട്. തറക്കരടിയുടെ മുഖവും കണ്ണും ചെവിയും വലിപ്പം കുറഞ്ഞതാണ്. കഴുത്ത് നീളം കൂടിയതും. ഇതിൻ്റെ ചർമ്മം കട്ടിയേറിയതും ദൃഢവും പരുപരുത്തതുമായതിനാൽ മറ്റു ജീവികളുടെ ആക്രമണത്തിൽ നിന്ന് അനായാസ രക്ഷ നേടാൻ കഴിയുന്നു. കരടികളെപ്പോലെ തറക്കരടിക്കും ശരീരം നിറയെ നീളം കൂടിയ ദൃഢതയുള്ള രോമങ്ങളുണ്ട്. തറക്കരടിയുടെ പേശീ ചർമ്മം വളരെ അയഞ്ഞ രീതിയിലാണുള്ളത്. മരപ്പൊത്തുകളിലും പാറയിടുക്കുകളിലും മണ്ണ് മാന്തി കുഴിച്ചുണ്ടാക്കുന്ന കുഴികളിലുമാണ് തറക്കരടികൾ സാധാരണയായി ജീവിക്കുന്നത്. വേഗത്തിൽ മണ്ണ് മാന്തി കുഴികൾ ഉണ്ടാക്കാവുന്ന പ്രദേശങ്ങളാണ് ഇവയുടെ വാസസ്ഥലം. നദീതടങ്ങളിലും മറ്റും കരടികൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇവയും വലിയ കുഴികൾ ഉണ്ടാക്കാറുണ്ട്. തറക്കരടികൾ രാത്രി സഞ്ചാരന്മാരാണ്. ഒരു രാത്രി കൊണ്ട് 32 കിലോമീറ്ററോളം ദൂരം ഇവ സഞ്ചരിക്കാറുണ്ട്. ഇണകളായിട്ടാണ് ഇവ ജീവിക്കുക. പകൽ സമയങ്ങളിൽ അപൂർവമായേ ഇവ കുഴികളിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ. ചെറിയ സസ്തനികൾ, പക്ഷികൾ, ഉരഗങ്ങൾ, ഉഭയജീവികൾ, പ്രാണികൾ, മുട്ടകൾ തുടങ്ങിയവ ഇവ ആഹാരമാക്കുന്നു. മൂർച്ചയുള്ള 32 പല്ലുകളുണ്ട്. ദൃഢതയുള്ള പല്ലുകൾ കൊണ്ട് ഇവ ഇരയെ കഠിനമായി മുറിവേൽപ്പിക്കുക പതിവാണ്. കൂടാതെ ഫലവർഗ്ഗങ്ങളും തേനും ഇവയുടെ ഇഷ്ടഭോജ്യമാണ്. ഹണിഗൈഡ് പക്ഷി പോലെയുള്ള ചില ഇനം പക്ഷികൾ തുടർച്ചയായി പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ച് വഴികാട്ടികളായി തറക്കരടികളെ തേൻകൂടുകളിലേക്ക് ആകർഷിക്കാറുണ്ട്. തറക്കരടികൾ കൂട് പൊട്ടിച്ച് തേൻ കുടിക്കുകയും പക്ഷികൾ തേനടയും ലാർവകളും ഭക്ഷിക്കുകയും ചെയ്യുന്നു. തേൻകൂടുകൾ പൊട്ടിക്കാൻ തറക്കരടികൾ മരത്തിൽ കയറാറുമുണ്ട്. ഇക്കാരണത്താലാകാം ഇവ ഹണി ബാഡ്ജർ എന്ന പേരിലും അറിയപ്പെടുന്നത്. കൂടാതെ ചീഞ്ഞ മാംസം ഭക്ഷിക്കുന്നതിനാലും മണ്ണ് മാന്താൻ പ്രത്യേക സാമർഥ്യമുള്ളതിനാലും ശവക്കുഴി തോണ്ടുന്ന മൃഗമെന്നും തറക്കരടിക്ക് പേരുണ്ട്. സ്വയം രക്ഷയ്ക്കായി മനുഷ്യരെ ആക്രമിക്കാനും ഇവ മടിക്കാറില്ല. ഗർഭകാലം 6 മാസമാണ്. ഒരു പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. കൂട്ടിലടച്ചു വളർത്തുന്ന തറക്കരടിക്ക് 24 വർഷം വരെ ആയുസ്സുള്ളതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്.